കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇത് കണക്കുണ്ട് ഈ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ മെയിനായിട്ട് ഇത് കണക്ക് രേണുസുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വന്നതിന് ശേഷം ഈ രേണുവിനെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടെങ്കിൽ കിച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് മറുപടി പറഞ്ഞൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ കിച്ചു നേരത്തെ വരെ എൻ്റെ അടുത്ത് ഒരു കുഴപ്പമില്ലാതെ ഇരുന്നത് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഇത് കണക്ക് ചിലർ ചേർന്ന് ചെയ്യുന്ന കാര്യം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അവനുണ്ടെങ്കിൽ വളർന്നൊരു പയ്യനാണ്, അവൻ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നത് അവൻ്റെയാണ്, ഞാൻ അവനെ നോക്കിയിട്ടല്ല ജീവിക്കുന്നത്, ഇപ്പോൾ അവനെ നാളെ തള്ളി പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ ഞാനുണ്ടെങ്കിൽ അതോടത്ത് വിഷമിക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഋതപ്പനും അതോടെ തന്നെ സൻ്റെ സഹോദരിയുടെ ഉണ്ടെങ്കിൽ മകനുമായിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്കുണ്ടെങ്കിൽ ഋതപ്പൻ്റെ ചേട്ടനാണ് കൂടെ ഇരിക്കുന്നതെന്നുള്ള രീതിയിലായിരുന്നു ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുള്ളായിരുന്നു. ഇത് കണ്ടിട്ട് ഒരുപാട് പേര് എന്ത് പറ്റി ഇത് കണക്ക് കിച്ചുവിനെ തള്ളി പറഞ്ഞു, ഇപ്പോൾ അവനുമായിട്ട് സംസാരിക്കത്തില്ല, അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിന് മറുപടിയായിട്ടുണ്ടെങ്കിൽ രേണു ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും ശരി, ഇത് കണക്ക് കിച്ചു ചെയ്ത ഒരു കാര്യം കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ രേണു തള്ളി പറയുക അല്ലെങ്കിൽ ഇത് കണക്ക് വലിയ ബന്ധം കാണിക്കാതിരിക്കുന്നതാണ് നോർമലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.